ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ത്രെഡ് എംബ്രോയ്ഡറി ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പാറ്റേൺ എങ്ങനെ വരുന്നതെന്നൊന്ന് വരച്ച് കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് വരച്ചെടുക്കണം, നമ്മുടെ ആ ഒരു തമ്പനെയിൽ പിക്ചറിലെ പോലെ. ഇനി ആദ്യമേ തന്നെ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പാറ്റേൺ ആവശ്യമുണ്ടെങ്കിൽ, അതായത് കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു അളവിലൊക്കെ നിങ്ങൾക്ക് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഞാനത് വരച്ച് കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വരച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചോദിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പം എല്ലാം കൂടി ചെയ്ത് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് കരുതിയാണ് സെപ്പറേറ്റ് അത് വരച്ച് കാണിക്കാത്തത്. അപ്പം ജസ്റ്റ് ഞാൻ തുണിയിൽ ആ ഒരു വരുന്നൊരു പാറ്റേൺ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യമേ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെക്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്, അപ്പോൾ അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ള വർക്കുകൾ നമ്മൾ ത്രെഡ് വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ നെക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എക്സാക്റ്റ് ഒരു പാറ്റേൺ ഒന്നും അല്ല. ഭംഗിയായിട്ടിരിക്കാനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അത് നോക്കി സ്കെച്ച് ചെയ്ത് ഒരു മാർക്കിങ് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് പോലെ വരുന്നതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ട്, അതായത് കുപ്പികളുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കുക. അതിന് ശേഷം നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണം. ആ ഗ്യാപ്പിനുള്ളിലാണ് പിന്നെ നമ്മുടെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് എത്രമാത്രമാണെന്ന് ഒന്ന് മെഷർ ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങൾ അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് ഒന്നും നല്ല രീതിയിൽ തെളിച്ച് വരയ്ക്കരുത്, കാരണം ആ ഒരു വരയൊന്നും നമുക്ക് വേണ്ടതല്ല. ഇനിയിപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടുകളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രഞ്ച് നോട്ട് ഫ്ലവറാണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് നമ്മൾ ഈ കട്ട് ബേഡ്സ് വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഓൾ ഓവറായിട്ട് നെക്ക്, ഷോൾഡർ ടു നെക്കിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ 3 കളർ ത്രെഡുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിൽ കണ്ട അതേ 3 കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ആൻറ്റിക് ഷെയ്ഡിൽ വരുന്ന ഒരു കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് ആവശ്യം. പിന്നെ നമ്മൾ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഒരേപോലെ ചെയ്യുന്നതുകൊണ്ട് രണ്ടിനും ആവശ്യമായിട്ടുള്ള നീഡിൽസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. നമ്മൾ ആദ്യമേ ഈ ഒരു വേവ് പോലെ കൊടുത്തിരുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഇനിയും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാ വീഡിയോസിലും തന്നെ ഇപ്പം ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് കാണിക്കുന്നത്. കൂടുതൽ സെക്യൂർ ആയിട്ടിരിക്കാൻ നല്ലൊരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ മുൻപുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ഓൾ ഓവർ ഡിസൈൻ, അതായത് ആ ഒരു നെക്കിൻ്റെ ബോർഡർ വരുന്ന ആ ഒരു ഡിസൈൻ, അത് കംപ്ലീറ്റ് ആയിട്ടും ഇതേ രീതിയിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീഡ്സ് വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒപ്പം തന്നെ ആ ഒരു ഇടയ്ക്ക് വരുന്ന, അതായത് ത്രെഡിന് ഇടയ്ക്ക് വരുന്ന, ഫ്ലവേഴ്സിന് ഇടയ്ക്ക് വരുന്ന ബീഡ്സ് വർക്ക് ഉണ്ടല്ലോ, അതുകൂടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിക്ക് ഓരോ ബീഡ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഗ്യാപ്പിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ആ ത്രെഡ് വർക്ക് ബീഡ്സ് വർക്ക് ചെയ്ത് ഒപ്പം തന്നെ അതൊക്കെ ചെയ്ത് പോയെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവർ ചെയ്തതിന് ശേഷമാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിതുപോലെ ത്രെഡ് ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ വൈറ്റ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെയർ ചെയ്യുമ്പം ഒരേ കളർ തന്നെ ചെയ്യാം, പിന്നെ അടുത്ത ലെയറിൽ അടുത്ത കളർ ചെയ്യുക, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ചുറ്റും നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് ഒരു ഫ്ലവർ പോലെ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ 5-6 ഫ്രഞ്ച് നോട്ട് എത്രയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൂചിയിൽ നിങ്ങൾക്ക് 3 ട്വിസ്റ്റോ അല്ലെങ്കിൽ 2 ട്വിസ്റ്റോ ചെയ്തിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം കറക്റ്റ് ഒരു എക്സാക്റ്റ് റൗണ്ടൊക്കെ കിട്ടാനായിട്ട് അത് നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനല്ലേ. ഫ്രഞ്ച് നോട്ട് ആയതുകൊണ്ട് തന്നെ ഒട്ടും പാടില്ല, കാരണം എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു നോട്ടാണ് ഫ്രഞ്ച് നോട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് അറിയത്തില്ലാത്തവർക്ക് 1-2 തവണ റഫായിട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എടുത്തേക്കുന്ന 3 കളേഴ്സിലും ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ ഓൾ ഓവർ ചെയ്തെടുക്കാൻ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നെക്ക് എംബ്രോയ്ഡറിയാണിത് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാനായിട്ടൊന്നും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അതേപോലെ ഇതുപോലെ വീഡിയോസ് കാണാനും ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ റീച്ച് കുറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ സജഷൻസൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ ഫില്ല് ചെയ്തെടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ഫ്ലവറും ഇതേ രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു ഇൻഫർമേഷൻ ആകാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് അതിനകത്തുണ്ടാവും. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ എനിക്ക് അയച്ചു തരാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ള് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതേ രീതിയിൽ ഔട്ട്ലുക്ക് വരും. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു. അതുപോലെ ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഫാമിലി.